ചേറ്റുപുഴ എന്ന് പറയുന്നൊരു സഹോദരൻ എഴുമുട്ടത്തൊരിക്കൽ ഞാൻ എഴുമുട്ടത്തും ധ്യാനിപ്പിക്കുന്ന സമയമാണ്. ഒരു നാടകകൃത്താണ്, ഒരു കലാകാരനാണ്. അപ്പം മകളെ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് ഒരു ടീച്ചർ വീട്ടിൽ വരുമായിരുന്നു. ഈ ടീച്ചറെ അറിയാവുന്ന ആൾക്കാർ പറഞ്ഞു, അതിനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്ന സാധനമല്ല കേട്ടോ. അപ്പം ഈ ടെസി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് 100% ഭർത്താവിന് വിശ്വാസം. അവൾ ചിരിച്ചു തള്ളി, കുഴപ്പമില്ലെന്ന്. അങ്ങനെ മകളെ ഡാൻസ് പഠിപ്പിച്ച് ഏറെ താമസിയാതെ ഇപ്പം ഭർത്താവും ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഇവൾക്ക് സുബോധം ഉണ്ടായത്. അത് ഒരിക്കലും പിരിച്ചു കിടക്കാൻ പറ്റാത്ത രീതിയിൽ അവരടുത്തു പോയി. പിന്നീട് വഴി ഇവള് ചരൽ കൊണ്ടുവന്ന് തറയിൽ വിരിച്ച് അതിൻ്റെ മുകളിൽ നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക ഭർത്താവിന് വേണ്ടി. അദ്ദേഹം ക്ലബിൽ കുടിയെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ 12-1 മണിക്കാണ് വരുന്നത്. അങ്ങനെ 1 മണിക്ക് ഈ മനുഷ്യൻ വരുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഭാര്യയെ കണ്ടിട്ട് പറയാം, ടെസി നീ വെറുതെ മുട്ടുപൊട്ടിക്കേണ്ട, നിനക്ക് എന്നെ കിട്ടില്ല എന്നും പറഞ്ഞ് മുറിയിലേക്ക് പോകുന്നൊരു ഭർത്താവ്. അവൾക്ക് തൂങ്ങാൻ അറിയില്ല എന്നിട്ടാണോ? റെയിൽപാളയത്തിൽ പോയി തലവെക്കാൻ അറിയില്ല എന്നിട്ടാണോ? കുടുംബ കോടതിയിൽ പോയിട്ട് വിവാഹമോചന കേസ് കൊടുക്കാൻ അറിയില്ല എന്നിട്ടാണോ? ദൈവത്തോടൊരു വാക്കുകൊടുത്തായിരുന്നു സുഖത്തിലും ദുഃഖത്തിലും മരണം വരെ ഒന്നായിരിക്കും. ഒരു ദിവസം ദൈവം ഉത്തരം കൊടുത്തു. മദ്യപിക്കാനായിട്ട് മദ്യം ഗ്ലാസ്സിൽ ഒഴിച്ചു. ചുണ്ടോട് അടുപ്പിച്ചപ്പോൾ വയർത്ത് കുളിച്ചു. അറ്റേ കാണുന്നൊരു പേടി. അവിടെ നിന്നൊരു വണ്ടിയെടുത്ത് ഓടി വന്നു. ഭാര്യ അവിടെയില്ല. കുരിയച്ചറ അന്ന് ഒരു അൽമായൻ്റെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്. ശരിക്ക് വരങ്ങൾ ഉപയോഗിക്കുന്നൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ്. ഇവിടെ ഇല്ലെങ്കിൽ അവിടെ ഉണ്ടാവുമെന്നറിയും. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തല്ലി അലച്ച് കമഴ്ന്ന് വീണു, രക്ഷിക്കെന്നും പറഞ്ഞു. അങ്ങനെയാണ് ആ വ്യക്തി എഴുമുട്ടത്തെ ധ്യാനിക്കാൻ വരുന്നത്. ഈ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ 200 സീറ്റ് ബുക്ക് ചെയ്തിട്ടാണ് അയാൾ പോകുന്നത്. അടുത്ത ധ്യാനത്തിന് 200 സീറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് പോവുക. എന്നിട്ട് കുരിയച്ചറ, തൃശ്ശൂർ, ഒല്ലൂർ അവിടുന്ന് ടൂറിസ്റ്റ് ബസ് വിളിച്ച് 200 സീറ്റ് ബുക്ക് ചെയ്താൽ 200-ൽ കൂടുതൽ ആൾക്കാരെ കൊണ്ടേ വന്നിട്ടുള്ളൂ. ആ ഭാര്യയുടെ ഇങ്ങനെയാണ് കുടുംബം നിലനിൽക്കുന്നത്. തുണിക്കടയിൽ പോയിട്ട്, ചെരുപ്പ് കടയിൽ പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട തുണി തിരഞ്ഞെടുക്കുന്ന പോലെ, ചെരുപ്പ് തിരഞ്ഞെടുക്കുന്ന പോലെ അല്ല. ദൈവം തന്ന ജീവിത പങ്കാളിയെ, ദൈവത്തിന് തെറ്റുപറ്റില്ല, നിന്നിലൂടെ ഇവനെ രക്ഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് നിന്റെ ഭീഷണി കൊണ്ടല്ല, കണ്ണുരുട്ട് കൊണ്ടല്ല, മസിൽ പവർ കൊണ്ടല്ല, പ്രാർത്ഥന കൊണ്ട്.